ഖത്തറിൽ ശക്തമായ സുരക്ഷാ സന്നാഹത്തോടെ അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ അടിയന്തര ഉച്ചകോടി തിങ്കളാഴ്ച ദോഹയിൽ നടക്കും. അതേസമയം വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഞായറാഴ്ച നടക്കും. ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണിത്. നിർണായക പ്രഖ്യാപനങ്ങൾ യോഗത്തിൽ വന്നേക്കാം. മിഡിൽ ഈസ്റ്റ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. ഉച്ചകോടിക്ക് മുന്നോടിയായിട്ടാണ് അറബ് ഇസ്ലാമിക് രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഞായറാഴ്ച ചേരുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഈ തീരുമാനങ്ങൾ നിർണായകമാകും. ഇതിന്റെ തുടർച്ചയായി ഉച്ചകോടി നടക്കും. ഇസ്രായേലിന്റെ ആക്രമണം സംബന്ധിച്ച വിഷയത്തിലുള്ള കരട് പ്രമേയം ഉച്ചകോടിയിൽ ചർച്ചയാകും. ഇസ്രായേലിനെ ഒന്നിച്ച് മറുപടി നൽകാനുള്ള തീരുമാനം ഉച്ചകോടിയിൽ ഉണ്ടാകുമെന്നാണ് ഖത്തർ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ദോഹയിലെ ഹമാസ് നേതാക്കളുടെ താമസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഖത്തറിനോടുള്ള അറബ് ഇസ്ലാമിക് രാജ്യങ്ങളുടെ ഐക്യവും ഇസ്രായേൽ നടപ്പാക്കുന്ന ഭരണകൂട ഭീകരതയോടുള്ള രാജ്യങ്ങളുടെ നിരാകരണവും ഇതിലൂടെ പ്രതിഫലിക്കും. ഇസ്രായേലിന്റെ ആക്രമണത്തിന് തിരിച്ചടി നൽകാൻ രാജ്യത്തിന് അവകാശമുണ്ടെന്നും നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും കഴിഞ്ഞ ദിവസം ഖത്തർ വ്യക്തമാക്കിയിരുന്നു. UAE, സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങൾ ഖത്തറിന് കനത്ത പിന്തുണയാണ് പ്രഖ്യാപിച്ചത്. ഇതും ഉച്ചകോടിക്ക് വലിയ നേട്ടമാകും. സെപ്റ്റംബർ 9 ഖത്താറ കൾച്ചറൽ വില്ലേജിന് സമീപത്തെ നയതന്ത്ര മേഖലയിൽ ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗങ്ങളുടെ പാർപ്പിട കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ജയ്ഹിന്ദ് ന്യൂസ് ബ്യൂറോ, മിഡിൽ ഈസ്റ്റ്. First time in television history, one man's 17-year TV show, 850 plus episodes, one anchor every week, 17 years, Middle East This Week, only on Jayhind TV. An Elvis Chumar TV show. Middle East This Week. Middle East beyond the headlines.